മോട്ടറോളയുടെ 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് മോട്ടറോള എഡ്ജ് 50 പ്രോ. അതുപോലെ തന്നെ റിയൽമിയുടെ 31,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് റിയൽമി GT60. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള എഡ്ജ് 50 പ്രോയും അതുപോലെ തന്നെ റിയൽമി GT60 തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോള എഡ്ജ് 50 പ്രോയിൽ 6.7 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ ആണ് വരുന്നത്. റിയൽമിയിൽ 6.78 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ സൈസിന്റെ കാര്യത്തിലും റെസൊല്യൂഷന്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. രണ്ടിലും OLED പാനൽ തന്നെയാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് റിയൽമിയിൽ LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ ഈ ഒരു ഫീച്ചർ മോട്ടറോളയിൽ വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. മോട്ടറോളയിൽ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമിയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റിഫ്രഷ് റേറ്റ് മോട്ടറോളയിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് മോട്ടറോളയ്ക്ക് വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയിൽ 720 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറാണ് വരുന്നത്. റിയൽമിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 നിറ്റ്സ് ആണ്. റിയൽമിയുടെ പീക്ക് ബ്രൈറ്റ്നസ് 6000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. അപ്പോൾ ഓൺ പേപ്പർ പീക്ക് ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ അത്യാവശ്യം വലിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ അത്രയും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ മോട്ടറോളയിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. റിയൽമിയിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. റിയൽമിയിൽ ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഇതിൽ LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. പിന്നെ ഓൺ പേപ്പർ ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. മോട്ടറോളയിൽ നമുക്ക് 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ലഭിക്കുന്നുണ്ട്. എന്നാലും മൊത്തത്തിൽ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ റിയൽമിയിലാണ് കൂടുതൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയുടെ വെയിറ്റ് വരുന്നത് 186 ഗ്രാമാണ്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് 191 ഗ്രാമാണ്. ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിലും വെയിറ്റിന്റെ കാര്യത്തിൽ ആ ഒരു ഡിഫറൻസ് അധികം കാണുന്നില്ല. പിന്നെ മോട്ടറോളയുടെ തിക്നെസ് വരുന്നത് 8.19 mm ആണ്. റിയൽമിയുടെ തിക്നെസ് വരുന്നത് 8.65 mm ആണ്. അപ്പോൾ തിക്നെസിന്റെ കാര്യത്തിൽ മോട്ടറോളയ്ക്കാണ് തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവ്. പിന്നെ മോട്ടറോളയിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. റിയൽമിയിൽ IP65 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. എന്നാലും ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് മോട്ടറോളയിൽ തന്നെയാണ് വരുന്നത്. ആ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഡിസൈൻ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾ ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. റിയൽമിയിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. ഇപ്പം പേര് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒരു പ്ലസ് മാത്രമാണ് എക്സ്ട്രാ വരുന്നത്. പക്ഷേ പെർഫോമൻസിന്റെ കാര്യത്തിൽ റിയൽമിയിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറാണ് ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ. സ്ലൈറ്റ്ലി ബെറ്റർ അല്ല. ആൻതുത്ത് സ്കോറൊക്കെ അത്യാവശ്യം നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ റിയൽമിയിലാണ് വരുന്നത്. അപ്പം നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിൽ റിയൽമി GT60 ആയിരിക്കും ബെറ്റർ. പിന്നെ ഈ ഫോണുകളിൽ കർവ്ഡ് ഡിസ്പ്ലേക്കാണ് വരുന്നത്. അപ്പോൾ ഗെയിമിങ്ങിന് കുറച്ചും കൂടി ബെറ്റർ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും. ഇതിന് പകരം പോക്കോ F6 ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കാം. എന്തായാലും ഈ രണ്ട് ഫോണുകളുടെ കാര്യത്തിൽ പെർഫോമൻസിനും ഗെയിമിങ്ങിനൊക്കെ കുറച്ചും കൂടി ബെറ്റർ റിയൽമി GT60 ആയിരിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. മോട്ടറോളയിൽ 15 5G ബാൻഡ്സ് ആണ് വരുന്നത്. റിയൽമിയിൽ 12 5G ബാൻഡ്സും വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയുടെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 256GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. റിയൽമിയിലും ഇങ്ങനെ ഒരു വെർഷൻ വരുന്നുണ്ട്. പക്ഷേ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. ഇത് കൂടാതെ 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 12GB റാം 512GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വെർഷൻ മോട്ടറോളയിൽ വരുന്നില്ല. പിന്നെ മോട്ടറോളയിൽ LPDDR4Xന്റെ റാമാണ് വരുന്നത്. എന്നാൽ റിയൽമിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള LPDDR5Xന്റെ റാം വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിട്ടുള്ളൂ. എന്നാൽ റിയൽമിയിൽ UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ റിയൽമിയിൽ 128GB ഇന്റേണൽ വെർഷനിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. എന്നാലും അത് മോട്ടറോളയിൽ വരുന്ന UFS 2.2 സ്റ്റോറേജ് ടൈപ്പിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ടൈപ്പാണ്. ബെറ്റർ ആയിട്ടുള്ള റാം ടൈപ്പും സ്റ്റോറേജ് ടൈപ്പും ഒക്കെ റിയൽമിയിൽ വരുന്നുണ്ട്. ഇത് പെർഫോമൻസ് ഒന്നുകൂടി ബെറ്റർ ആക്കുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ റിയൽമിയിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ മോട്ടറോളയിൽ ഈ ഒരു ഫീച്ചർ വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും NFC എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. മോട്ടറോളയിൽ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല.
രണ്ട് ഫോണുകളും വരുന്നത് ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇതിൽ മോട്ടറോളയിൽ ഹെലോയോ സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. റിയൽമിയിൽ റിയൽമി സോഫ്റ്റ്വെയറും കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. രണ്ട് ഫോണുകളിലും 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. റിയൽമിയിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയിൽ 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. റിയൽമിയിൽ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസേ വരുന്നുള്ളൂ. പിന്നെ മോട്ടറോളയിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 10 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ക്യാമറ കമ്പാരിസൺ നമ്മൾ മറ്റു സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മോട്ടറോളയിൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമിയിൽ സാച്ചുറേഷൻ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കൂടുതലാണ്. പിന്നെ മോട്ടറോളയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള HDR പെർഫോമൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ലൈറ്റ് പെർഫോമൻസും കുറച്ചും കൂടി ബെറ്റർ ആണ്. ഇനി വീഡിയോ റെക്കോർഡിങ്ങിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ റിയൽമി ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. റിയൽമിയിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി ആയിരിക്കും. അപ്പം ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഫോട്ടോസിൽ കുറച്ചും കൂടി ബെറ്റർ മോട്ടറോള ആയിരിക്കും. റിയൽമിയുടെ കാര്യത്തിൽ സെൽഫി ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആണ്. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിംഗ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പം ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫോൺ സെലക്ട് ചെയ്യാം. ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ 4500 mAh ബാറ്ററിയാണ് മോട്ടറോളയിൽ വരുന്നത്. റിയൽമിയിൽ 5500 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ റിയൽമിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. മോട്ടറോളയിൽ 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ചാർജിങ് സ്പീഡിന്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. പക്ഷേ മോട്ടറോളയിൽ 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. എന്നാൽ റിയൽമിയിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊന്നും വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി നമുക്ക് കൂടുതൽ റിയൽമിയിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ മോട്ടറോളയിൽ നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. രണ്ട് ഫോണുകളിലും Type-C ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 8 GB റാം 256 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. മോട്ടറോളയുടെ ഈ വെർഷന്റെ വില വരുന്നത് 31,999 രൂപയാണ്. റിയൽമിയുടെ ഈ വെർഷന്റെ വില വരുന്നത് 32,999 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയ്ക്കാണ് വില കമ്പാരിറ്റീവ്ലി കുറവ്. പക്ഷേ റിയൽമിയിൽ 8 GB റാം 128 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ വെർഷന്റെ വില 30,999 രൂപയാണ്. അപ്പോൾ 31,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോൺ കിട്ടുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 12 GB റാം 256 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളുടെയും ഈ വെർഷന്റെ വില വരുന്നത് 35,999 രൂപയാണ്. അപ്പം ഈ ഒരു വെർഷന്റെ കാര്യത്തിൽ രണ്ട് ഫോണുകൾക്കും വില സെയിം ആണ്. പിന്നെ റിയൽമിയിൽ 12 GB റാം 512 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ വെർഷന്റെ വില വരുന്നത് 39,999 രൂപയാണ്. എന്നാൽ ഇങ്ങനെ ഒരു വെർഷൻ മോട്ടറോളയിൽ വരുന്നില്ല. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ തന്നെ IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ബാക്ക് ക്യാമറ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ്ങിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ സെയിം വെർഷൻസിന്റെ കാര്യത്തിൽ വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്നും കുറവാണ് എന്ന് പറയാവുന്നതാണ്. റിയൽമിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. LTPO പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് കുറച്ചും കൂടി ബെറ്റർ ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബേസ് വേരിയന്റ് നമുക്ക് 31,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.